ദിസ്റ്റ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അതായത് കോഴിക്കോട് ഫറൂഖ് നഗരസഭാ കൗൺസിൽ യോഗത്തിൽ കയ്യാങ്കളി RJD വിട്ട് മുസ്ലിം ലീഗിൽ ചേർന്ന കൗൺസിലറെ ചെരുപ്പുമാല അണിയിക്കാൻ ശ്രമിച്ചതാണ് കാരണം. ഇന്നലെ നടന്ന യോഗത്തിലാണ് LDF UDF കൗൺസിലർമാർ ഏറ്റുമുട്ടിയത്. പാർട്ടി മാറിയ കൗൺസിലർ സനൂപിയുടെ വീടിന് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നിരുന്നു. കയ്യാങ്കളിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ കാണുന്നതിനുള്ള സംശയമാണ് ഉയരുന്നത്. യഥാർത്ഥത്തിൽ എന്താണെന്ന് ഇന്നലെ അവിടെ സംഭവിച്ചത്? ദിസ്ന, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഇന്നലെ സംഭവിച്ചത് എന്താണ്? അവിടെ ഈ ദൃശ്യങ്ങൾ ഇന്നിപ്പോൾ പുറത്തു വരുമ്പോഴാണ് അതിന്റെ രൂക്ഷത മനസ്സിലാവുന്നത്. ഫറൂഖ് നഗരസഭാ കൗൺസിൽ യോഗത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു കയ്യാങ്കളി നടന്നത്. ഇതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും RJD വിട്ട് മുസ്ലിം ലീഗിൽ ചേർന്ന കൗൺസിലർ ആദ്യമായാണ് ഈ സനൂബിയ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ വന്നത്. ഈ പങ്കെടുക്കാൻ വന്നപ്പോഴാണ് ഇത്തരത്തിൽ LDF നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായതെന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ഈ കൗൺസിലറെ ചെരുപ്പുമാല അണിയിക്കാൻ ശ്രമിച്ചതാണ് ഇത്തരത്തിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നയിക്കുവാനുണ്ടായ പ്രധാന കാരണം. ഇന്നലെ നടന്ന യോഗത്തിലാണ് LDF UDF കൗൺസിലർമാർ തമ്മിൽ ഏറ്റുമുട്ടിയത്. കഴിഞ്ഞ ദിവസമാണ് ഈ സനൂബിയ LDF വിട്ട് UDFിലേക്ക് പോയത് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ഈ സംഭവത്തില് ഇവരുടെ വീടിന് നേരെ ഇത്തരത്തിൽ ഈ LDFന്റെ ആളുകളുടെ നേതൃത്വത്തിൽ ഒരു ആക്രമണമൊക്കെ ഉണ്ടായിരുന്നു. വീടിന്റെ ജനൽ സില്ലുകളൊക്കെ തന്നെയും തല്ലി തകർത്തിരുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഈ സംഭവത്തിലൊക്കെ തന്നെയും അവർ പരാതി നൽകിയിരുന്നു. കൂടാതെ തന്നെ അവർക്ക് വധഭീഷണി ഉണ്ട് എന്നൊരു കാര്യവും അവർ പോലീസിൽ പരാതിയായി നൽകിയിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് ഇത്തരത്തിൽ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുവാൻ എത്തിയപ്പോൾ ഇത്തരത്തിൽ ചെരുപ്പുമാല അണിയിക്കുവാനുള്ള ഒരു ശ്രമം നടക്കുകയും അതിന്റെ ഭാഗമായി ഒരു തമ്മിൽ തല്ല് ഉണ്ടാവുകയും ചെയ്തത് എന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അവരുമായി നമ്മൾ സംസാരിച്ചിരുന്നു. കൂടുതൽ ചർച്ചകൾ കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവർ പോലീസിൽ പരാതി നൽകുക എന്നൊരു വിവരമാണ് നിലവിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ, ശരി ദിസ്ന.